ഇനി നമുക്ക് സംസാരിക്കാനുള്ള അതിഥി അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കാണ്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അനുഭവസ്ഥരും ആ മേഖലയിലുള്ളവരും അതിൻ്റെ നിരീക്ഷകരും ഒക്കെ തന്നെ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ താങ്കളെ കാത്തിരുത്തിയത്. താങ്കൾ 40 മിനിറ്റോളം കാത്തിരിക്കേണ്ട ഒരു നില വന്നിരിക്കുന്നു. എങ്കിലും ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ സമീകരിക്കേണ്ട ഒരു വലിയ പദവിയാണ് ഞാൻ താങ്കൾക്ക് നൽകുന്നത്. ഇത് 30ഓളം ഘടകങ്ങൾ ഇതിലുണ്ട് എന്ന് പറഞ്ഞു. അത് എങ്ങനെ ലൈസൻസിങ് കൊടുക്കുന്നു എന്നത് മുതൽ എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കുന്നത് എന്നത് വരെയുള്ള ഒരുപാട് ഘടകങ്ങൾ നോക്കിയിട്ടാണ് ഇത് തരുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിയിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചത് കേരളത്തിൽ അഴിമതിയുടെ തോത് എത്രമാത്രമുണ്ട് എന്നതിൻ്റെ ഒരു ദേശീയ മത്സരം ആണ് ഇതിലൂടെ നടന്നത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. പലയിടത്തും വ്യവസായ വളർച്ചയുണ്ട്, റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഒപ്പം തന്നെ ഭീകരമായ അഴിമതി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ അഴിമതിയുടെ തോത് തുലോം കുറവാണ് എന്ന ഒരു കണക്കെടുപ്പ് കൂടി ഇതിൽ മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി ഞാൻ കരുതുന്നു. എങ്ങനെയാണ് ഈ നേട്ടത്തെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ് കേരളത്തെ അത് തിളക്കമുറ്റതാക്കി മാറ്റുന്നത്? എങ്ങനെയാണത് കേരളത്തിന് ആത്മവിശ്വാസം പകരുന്നത്? അഡ്വക്കേറ്റ് അരുൺകുമാർ. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആത്മവിശ്വാസം തരുന്ന ഒരു നേട്ടമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ വികസന സൂചികയിൽ നമ്മൾ വളരെ മുന്നേറ്റം സൃഷ്ടിച്ച സംസ്ഥാനം തന്നെയാണ്. കേരളം ലോകത്തിന് മുന്നിൽ അറിയപ്പെടുന്നത് തന്നെ ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള നേട്ടത്തിന്റെ ഭാഗമായി തന്നെയാണ്. പക്ഷെ വ്യവസായ രംഗത്തും വൻകിട വ്യവസായങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന കാര്യത്തിലും നമുക്കധികം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പണ്ടുണ്ടായിരുന്നത്. 2006 VS അച്യുതാനന്ദൻ ഗവൺമെന്റ് അധികാരത്തിലേറ്റപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് വൻകിട വ്യവസായ സംരംഭങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയാത്തത്, വ്യവസായ രംഗത്ത് എന്തുകൊണ്ടാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തത് എന്നതിനെ കുറിച്ചൊരു പരിശോധന നടത്തി. അപ്പോൾ പ്രധാനമായും കണ്ടെത്തിയത് റോഡുകളുടെ അവസ്ഥ, അതുപോലെ തന്നെ റെയിൽവേ വേഗത കുറവ്, ഇന്റർനെറ്റിന്റെ അപര്യാപ്തത, ഊർജ്ജ പദ്ധതികളുടെ കാര്യക്ഷമത കുറവ് എന്നിങ്ങനെ 3-4 ഘടകങ്ങൾ കണ്ടെത്തുകയും അവ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അങ്ങനെയാണ് ദേശീയപാതയുടെ പണി പുരോഗമിക്കുന്നതും ദേശീയപാതയ്ക്കെതിരെ വന്ന സമരങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കാനും വീതി കൂട്ടുവാനുള്ള സംവിധാനമെല്ലാം ഉണ്ടായി. മൂന്നാമതും നാലാമതുമായിട്ടുള്ള ഒരു പാത, റെയിൽവേ പാത വേണം. അവിടെയാണ് റെയിലിന്റെ ചർച്ചകളെല്ലാം ആരംഭിച്ചതും ഒരു പാതയെക്കുറിച്ചുള്ള ആശയങ്ങൾ പുതുതായിട്ട് വന്നത്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് മനുഷ്യന്റെ അവകാശമാക്കി മാറ്റുവാനുള്ള ചർച്ചകൾ സജീവമായി. പുതുതായി ഊർജ്ജ പദ്ധതികൾ, വിറകിന്റെ ലോകത്ത് നിന്ന് മാറി പുതിയ പുതിയ ഊർജ്ജ പദ്ധതികൾ കാര്യക്ഷമമാക്കാനും ഉള്ള ചർച്ചകൾ മുന്നോട്ട് വെച്ചു. അത്തരത്തിൽ 2006 മുതൽ 2011 വരെയുള്ള ഗവൺമെന്റ് പശ്ചാത്തല സൗകര്യ രംഗത്ത് നടത്തിയ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനമാണ്. പിന്നെ UDF അധികാരത്തിൽ വന്നു. റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പ്രഖ്യാപനം നടത്തി. പക്ഷെ ഒരു പദ്ധതിയും നടപ്പാക്കുകയുണ്ടായില്ല. ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയൽക്കിളികളുടെ സമരം, കീഴാറ്റൂർ സമരം ശക്തിപ്പെട്ടു. ഊർജ്ജ പദ്ധതികൾ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു. ദേശീയപാത വേണ്ടെന്ന് വെച്ചു. 2011 മുതൽ 16 വരെയുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. 2016 മുതൽ അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ 600 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. പശ്ചാത്തല വികസന രംഗത്ത് നിലനിന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഓഖി ദുരന്തം, നിപ വൈറസ്, നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 പ്രളയം, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, പ്രതിസന്ധി ഘട്ടങ്ങൾ നിരവധി ഉണ്ടായി. പക്ഷെ അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ തുടർച്ച എന്ന രൂപത്തിലാണ് 2ാം പിണറായി സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28-ൽ നിന്ന് അത് 15ആയി. ഇപ്പൊ 15-ൽ നിന്ന് നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് അച്ചീവേഴ്സ് എന്ന രൂപത്തിൽ അത് 1ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ നേട്ടം തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെങ്കിലും അടുത്ത കാലത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചു. ലോകത്തുള്ള 69 രാജ്യങ്ങളിലെ കുട്ടികൾ ഈ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, MG യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത വാർത്ത നമ്മൾ ചില പത്രങ്ങളിൽ മാത്രമാണ് കണ്ടത്. കോളേജുകളുടെ ദേശീയ നിലവാരത്തിന്റെ പട്ടിക പുറത്തു വന്നപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ ദേശീയ നിലവാരത്തിന്റെ പട്ടിക പുറത്തു വന്നപ്പോഴുമെല്ലാം വലിയ കുതിപ്പാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും കോളേജുകളെല്ലാം നടത്തിയത്. അതുപോലെ ലോകത്തെവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം കേരളത്തിൽ കിട്ടുന്നു. ലോകത്തെവിടെയും കിട്ടുന്ന ജോലി ഈ കേരളത്തിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഡിജിറ്റൽ വിടവില്ലാത്ത സംസ്ഥാനമായി ഈ കേരളം മാറുകയാണ്. അത്തരത്തിലുള്ള നേട്ടങ്ങളുടെ തുടർച്ചയായി വ്യവസായ രംഗത്ത് വന്നിരിക്കുന്ന ഈ കുതിപ്പ് വരും കാലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ വലിയ നേട്ടങ്ങളിലേക്ക് ഈ കേരളത്തെ കൈപിടിച്ചുയർത്തും എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നമ്മുടെ മന്ത്രി വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു എങ്ങനെയാണ് ഈ നേട്ടങ്ങളിലേക്ക് എത്തിയത്. വളരെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയോടെ ദിവസങ്ങൾ, നിമിഷങ്ങൾ വരെ ചാർട്ട് ചെയ്ത് വച്ച് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി, എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ്
നമുക്ക് ഈ നേട്ടങ്ങളിലേക്ക് കുതിക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് പുതിയ പുതിയ സംരംഭങ്ങൾ, ഇപ്പോൾ 2,85,000-ഓളം പുതിയ സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ, ഒരു സംരംഭം വരുമ്പോൾ അതിനനുസരിച്ച് റോഡുകൾ വികസിക്കും, തൊട്ടടുത്ത് പല സ്ഥാപനങ്ങൾ വരും, എല്ലാ തരത്തിലും അതിന്റെ ഗുണം ആ നാടിന് കിട്ടും. പണ്ട് ഇവിടെ ഒന്നും വരില്ല എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പൊ മാറ്റി പറയുകയാണ്. നല്ല സാമൂഹ്യ അന്തരീക്ഷം, നല്ല സാമ്പത്തിക അന്തരീക്ഷം, അത്തരത്തിലുള്ള വ്യവസായങ്ങൾ വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണ ഗവൺമെന്റ് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ, ഫൈനൽ ഇയർ കുട്ടികൾ തന്നെ പുറത്തിറങ്ങുന്നത് തൊഴിൽ അന്വേഷകരായിട്ടല്ല, തൊഴിൽ സംരംഭകരായിട്ടാണ്. ഒരു 15-20 പേർക്ക് ജോലി കൊടുക്കാൻ ശേഷിയുള്ളവരായിട്ടാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അടക്കം കുട്ടികൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ അവർക്ക് സാമൂഹ്യ സാമ്പത്തിക അന്തരീക്ഷം മെച്ചപ്പെടുമ്പോൾ അത്തരത്തിൽ പുതിയ സംരംഭങ്ങൾ നിരവധി നമ്മുടെ നാട്ടിൽ തന്നെ ആരംഭിക്കുന്ന സാഹചര്യമാണ്. ഏതായാലും യുവജനങ്ങളുടെ തൊഴിൽ സ്വപ്നങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി മാറ്റുന്ന, അതുപോലെ വിദേശത്തടക്കം നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ആരോഗ്യവും എല്ലാം പ്രയോജനപ്പെടുത്തി പോയി അവരുടെ അധ്വാനം വിദേശത്ത് പ്രയോജനപ്പെടുത്തുന്നവർ വരെ തിരിച്ചു വരാനുള്ള വലിയ സാഹചര്യം, അത്തരത്തിൽ കേരളത്തിന്റെ ഒരു കുതിപ്പ് വരും നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും ശുഭലക്ഷണമാണ്. അത് ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ കേരളം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ സില്ലി കാര്യങ്ങൾ പറഞ്ഞ് നുണ പ്രചരിപ്പിക്കുന്നവരും ആക്ഷേപം ഉന്നയിക്കുന്നവരുമെല്ലാം ഈ രംഗത്ത്, വ്യവസായ രംഗത്ത് കേരളത്തിനുണ്ടായിട്ടുള്ള കുതിപ്പിനെ കൃത്യമായി മനസ്സിലാക്കി പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് അത് പൊതുജന സമൂഹത്തിൽ ഏറ്റവും ചർച്ചയാക്കി മാറ്റുന്ന ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങൾ. കാരണം അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ് ഈ നേട്ടങ്ങളെല്ലാം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ നേട്ടം, ആ നേട്ടം ചില്ലറയായിട്ടുള്ള നേട്ടമല്ല. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള നയം, പ്രത്യേകിച്ച് ഭരണ തുടർച്ച ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും മികച്ച സൗകര്യങ്ങൾ. കാരണം ഒരു ഗവൺമെന്റിന്റെ തുടർച്ച എന്ന രൂപത്തിൽ വളരെ ലക്ഷ്യബോധത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം, അങ്ങനെയുള്ള പ്രവർത്തനം ഒരു വിജ്ഞാന സമൂഹമാക്കി നമ്മുടെ നാടിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിനെ മാറ്റുമ്പോൾ തന്നെ വ്യവസായ രംഗത്തുണ്ടായിട്ടുള്ള ഈ മാറ്റം തൊഴിലില്ലായ്മയ്ക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുവാനും, ഇവിടെ സഹ പാനലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമുള്ളവർക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ, ആ തൊഴിലിന് അന്തസ്സുള്ള തൊഴിലിന് കൃത്യമായി ആ തൊഴിലിന് ആനുപാതികമായിട്ടുള്ള അവരുടെ ആനുകൂല്യങ്ങൾ എല്ലാം കിട്ടുന്ന തരത്തിലേക്ക് ഈ നാട് മാറുമ്പോൾ, പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ ഒരു 40 വർഷത്തിന് ശേഷമുള്ള ഒരു വിജ്ഞാന സമൂഹമാക്കി നമ്മെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുതിപ്പാണ് വ്യവസായ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമെല്ലാം ഈ കേരളത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. ലോകത്ത് നിന്ന് അറിയപ്പെടുന്ന 12 പ്രദേശങ്ങൾ എടുത്താൽ അതിൽ ഒന്നായി ഈ കേരളം മാറിയിട്ടുണ്ട്. അതുപോലെ ആയുർദൈർഘ്യം അടക്കം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി കേരളം മാറിയത് വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ വികസന സൂചികയിലുള്ള മാറ്റം അത് വ്യവസായ രംഗത്തേക്ക് കൂടി മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിപ്ലവകരമായിട്ടുള്ള ആശയം, ഒരു ഭാവിയിലേക്കുള്ള വലിയ മുതൽക്കൂട്ട്, അത് വരും ദിവസങ്ങളിൽ ഏറ്റവും പോസിറ്റീവായിട്ട് ഈ കേരളം ചർച്ചയാകുമ്പോൾ, ഈ മന്ത്രി പറഞ്ഞതുപോലെ ഇത് ഒരു വർഷം എത്തിച്ചേർന്നു എന്നതുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല, മറിച്ച് വളരെ മത്സര ബുദ്ധിയോടെ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിലേക്ക് എല്ലാ നിക്ഷേപകരും തേടിയെത്തുന്ന സാഹചര്യം വരും. കാരണം അത്തരത്തിൽ എല്ലാ രംഗത്തും മാറ്റമുണ്ടാകും, വികസനം വരും. അങ്ങനെ ടൂറിസം രംഗത്തെല്ലാം കേരളത്തിന്റെ കുതിപ്പ് അടുത്ത കാലത്ത് വലിയ സജീവമായിട്ടുള്ള ചർച്ചയായി മാറി. അങ്ങനെ ഓരോ പഞ്ചായത്തിലും നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കും, നിരവധി ടൂറിസ്റ്റ് പ്ലേസുകൾ ആരംഭിക്കും. അങ്ങനെ കേരളം ലോക ഭൂപടത്തിൽ തന്നെ കൂടുതൽ അറിയപ്പെടുന്ന തരത്തിലേക്ക് മാറും എന്നതിൽ യാതൊരു സംശയമില്ല.